മദ്യനയ അഴിമതി കേസിൽ ഇഡി അറസ്റ്റ് ചെയ്ത ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ കസ്റ്റഡി നീട്ടിയിരിക്കുകയാണ്. ഏപ്രിൽ 1 വരെയാണ് ഇഡി കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. Would you like to say on this? LG कह रहे सरकार जेल से नहीं चलेगी. ये पॉलिटिकल शेड्यूल है, जनता इसका जवाब देगी. सरकार जेल से नहीं चलेगी. ये पॉलिटिकल शेड्यूल है, जनता इसका जवाब. വിവരങ്ങൾ ബി ബാലഗോപാൽ നൽകും. ബാലു, 7 ദിവസത്തെ കസ്റ്റഡിയാണ് ചോദിച്ചിരുന്നത്, 4 ദിവസത്തേക്കാണ് നൽകിയിരിക്കുന്നത്. ആദ്യം എന്താണ് കോടതിയിൽ നടന്നത്? सरकार जेल से नहीं चलेगी. ഇന്ന് ഏതാണ്ട് 1 മണിക്കൂറോളം ഈ കേസുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങൾ കോടതിയിൽ നടന്നിരുന്നു. ഇതിന് ശേഷമാണ് ഈ കസ്റ്റഡിയെ എതിർക്കുന്നില്ല എന്ന് അരവിന്ദ് കെജ്രിവാൾ തന്നെ ഈ ഡൽഹി റൌസ് അവന്യൂ കോടതിയെ അറിയിക്കുകയാണ് ഉണ്ടായത്. കാരണം തന്നെ എത്ര ദിവസം വേണമെങ്കിലും ഇഡിക്ക് കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്യാമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. ഇതിന് ശേഷമാണ് ഈ ജഡ്ജി 4 ദിവസത്തേക്ക് കൂടി ഇഡിക്ക് കസ്റ്റഡിയിൽ വിടാൻ വേണ്ടി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. അതായത് ഏപ്രിൽ 1 വരെയാണ് ഇഡിയുടെ കസ്റ്റഡിയിൽ ഇനി അരവിന്ദ് കെജ്രിവാൾ ഉണ്ടാകുക. ഇന്ന് വളരെ ശക്തമായ വാദപ്രതിവാദങ്ങൾക്കാണ് ഡൽഹിയിലെ റൌസ് അവന്യൂ കോടതി സാക്ഷ്യം വഹിച്ചത്. അരവിന്ദ് കെജ്രിവാൾ ഈ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ തനിക്ക് കോടതിയോട് ചിലത് പറയാനുണ്ട് എന്ന് അദ്ദേഹം കോടതിയിൽ ചൂണ്ടിക്കാണിക്കാനുണ്ടായത്. തുടർന്ന് കോടതി അരവിന്ദ് കെജ്രിവാളിന് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ അനുവദിക്കുകയും ചെയ്തിരുന്നു. ഇഡിക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ശക്തമായി എതിർത്തുവെങ്കിലും അരവിന്ദ് കെജ്രിവാളിന് അദ്ദേഹത്തിന്റെ ഭാഗം വിശദീകരിക്കുവാൻ വേണ്ടി കോടതി അനുമതി നൽകുകയാണ് ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന്, ഈ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത് തനിക്കെതിരെ 4 മൊഴികളുടെ ആണ് ഉള്ളത്. ആ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസിൽ തന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ 4 പേരും ഈ കേസിൽ ഉൾപ്പെട്ട 4 പേരും ആദ്യ മൊഴികളിൽ തന്റെ പേര് പരാമർശിച്ചിരുന്നില്ല. പിന്നീട് ഈ കസ്റ്റഡിയിലും മറ്റും ഇരുന്ന സമയത്ത് ഇഡി സമ്മർദ്ദം ചെലുത്തിയാണ് തനിക്കെതിരെ മൊഴി നൽകിയതെന്നാണ് അരവിന്ദ് കെജ്രിവാൾ ആരോപിച്ചത്. ഈ ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ വെറും 4 പേരുടെ മൊഴി പര്യാപ്തമാണോ എന്നാണ് അരവിന്ദ് കെജ്രിവാൾ ചോദിച്ചത്. നേരത്തെ സിബിഐയും ഇഡിയും വളരെ വിശദമായി ഈ കേസ് അന്വേഷിക്കുകയും ഏതാണ്ട് 10,000-കണക്കിന് പേജ് ദൈർഘ്യമുള്ള റിപ്പോർട്ടുകൾ സമർപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിലൊന്നും തന്റെ പേര് ഒരു ഘട്ടത്തിലും പരാമർശിച്ചിരുന്നില്ല എന്നും അരവിന്ദ് കെജ്രിവാൾ ഇന്ന് വ്യക്തമാക്കുകയും ചെയ്തു. മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആരോപണം ഇന്ന് അരവിന്ദ് കെജ്രിവാൾ ഈ കോടതിയിൽ ഉന്നയിച്ചത് ഈ യഥാർത്ഥ മദ്യനയ അഴിമതി തുടങ്ങുന്നത് ഈ കേസ് ഇഡി അന്വേഷിക്കാൻ വേണ്ടി തുടങ്ങിയതിന് ശേഷമാണ്. അതിന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ഈ കേസിൽ ഉൾപ്പെട്ട ശരത് റെഡ്ഡി എന്ന് പറഞ്ഞ ആന്ധ്ര സ്വദേശി ഏതാണ്ട് അദ്ദേഹത്തെ ഇഡി കസ്റ്റഡിയിൽ എടുക്കുന്നു. പിന്നീട് അദ്ദേഹം കേസിൽ മാപ്പ് സാക്ഷിയാകുന്നു. അതായത് അരവിന്ദ് കെജ്രിവാളിനെതിരെ മൊഴി നൽകുന്നു. അതേ ശരത് റെഡ്ഡി 55 കോടി രൂപ BJPക്ക് രാഷ്ട്രീയ സംഭാവന നൽകിയിട്ടുണ്ട് എന്നും അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ തന്റെ പക്കലുണ്ട് എന്നുമാണ് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത്. അത് ഈ ബന്ധം, അതായത് ശരത് റെഡ്ഡിയും BJPയും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം ഇപ്പോഴും തുടരുന്നുവെന്നും കെജ്രിവാൾ കോടതിയിൽ ആരോപിക്കുകയും ചെയ്തു. പക്ഷേ ഈ കെജ്രിവാളിന്റെ ഈ ആരോപണത്തെ ഇഡിക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജു കോടതിയിൽ നിരാകരിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞത് മദ്യനയവും BJPയുടെ സംഭാവനയുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. മദ്യനയം തയ്യാറാക്കുന്നതിൽ BJPക്ക് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. ഏതെങ്കിലും ഒരു വ്യക്തി ഏതെങ്കിലും ഒരു പാർട്ടിക്ക് രാഷ്ട്രീയ സംഭാവന നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഇഡിക്ക് യാതൊരു കാര്യവുമില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തത്. അന്വേഷണവുമായി അരവിന്ദ് കെജ്രിവാൾ സഹകരിക്കുന്നില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. കാരണം ഈ അരവിന്ദ് കെജ്രിവാൾ തന്റെ മൊബൈൽ ഫോണിന്റെ ഈ പാസ്വേഡും മറ്റും ഇഡിക്ക് ഇതുവരെ നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൽ നിന്നുള്ള തെളിവുകൾ ഇതുവരെയും ഇഡിക്ക് കരസ്ഥമാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. പാസ്വേഡ് അഥവാ അരവിന്ദ് കെജ്രിവാൾ നൽകുന്നില്ല എങ്കിൽ അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ മറ്റു തരത്തിൽ പരിശോധിക്കേണ്ടി വരുമെന്ന ഒരു മുന്നറിയിപ്പും ഇഡിക്ക് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഇന്ന് കോടതിയിൽ നൽകുകയും ചെയ്തു. മുഖ്യമന്ത്രി എന്ന നിലയിൽ അരവിന്ദ് കെജ്രിവാളിന് പലതരത്തിലുള്ള പരിഗണനയും അന്വേഷണ ഏജൻസിയുടെയും കോടതിയുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുവെന്നാണ് ASG ചൂണ്ടിക്കാണിച്ചത്. കാരണം സാധാരണഗതിയിൽ അഭിഭാഷകരുണ്ട് എങ്കിൽ കക്ഷികൾക്ക് വാദിക്കാൻ വേണ്ടി അനുമതി നൽകുന്നതല്ല. ഇവിടെ അഭിഭാഷകൻ ഹാജരായിട്ട് കൂടിയും അരവിന്ദ് കെജ്രിവാളിന്റെ ഭാഗം കേൾക്കുവാൻ വേണ്ടി കോടതി തയ്യാറായി എന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ചൂണ്ടിക്കാണിച്ചു. നിയമത്തിന് മുന്നിൽ ഈ മുഖ്യമന്ത്രിയും സാധാരണ വ്യക്തിയും സമന്മാരാണെന്നും ഒരു പ്രത്യേക പരിഗണന മുഖ്യമന്ത്രിക്ക് നൽകാൻ വേണ്ടി കഴിയില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. സ്വന്തം കേസ് അരവിന്ദ് കെജ്രിവാൾ വാദിക്കുകയാണെങ്കിൽ പിന്നീട് അഭിഭാഷകന്മാരെ വെക്കാൻ വേണ്ടി പാടില്ല
പാടില്ല എന്നായിരുന്നു ED ആവശ്യപ്പെട്ടത്. ഏതായാലും വിശദമായ ഈ വാദപ്രതിവാദങ്ങൾക്ക് ശേഷമാണ് ഇന്ന് ഡൽഹി റോസോവ്ന്യൂ കോടതി 4 ദിവസത്തെ കസ്റ്റഡിയിലേക്ക് കൂടി അരവിന്ദ് കെജ്രിവാളിനെ ഇപ്പോൾ വിട്ടിരിക്കുന്നത്. പൂജ. ശരി, ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. ശക്തമായ വാദപ്രതിവാദങ്ങളാണ് റോസവന്യൂ കോടതിയിൽ ഇന്ന് നടന്നത്. സുപ്രധാനമായ വിവരങ്ങൾ കോടതിയെ അറിയിക്കുമെന്ന് കഴിഞ്ഞ ദിവസം സുനിത കേജ്രിവാൾ പറഞ്ഞിരുന്നു. അതിന്റെ തുടർച്ചയുമായി ബന്ധപ്പെട്ട് തന്നെ കോടതിയിൽ ശക്തമായ വാദങ്ങൾ കേജ്രിവാൾ മുന്നോട്ട് വെക്കുന്നു. ED അതിനെ എതിർത്തുകൊണ്ട് മുന്നിലേക്ക് വെക്കുന്നു. 7 ദിവസമാണ് ED കസ്റ്റഡി നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെട്ടത്. 4 ദിവസമാണ് ഇപ്പോൾ കോടതി അനുവദിച്ചിരിക്കുന്നത്. ഏപ്രിൽ 1 വരെയാണ് കേജ്രിവാളിനെ ED കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്.